നമസ്കാരം. ഏർനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മീര പുഷ്പരാജൻ. കേരളത്തിന് കരാട്ടെ ചാമ്പ്യന്മാരെ സംഭാവന ചെയ്ത് ചെങ്ങരയിലെ മാർഷൽ അക്കാദമി. കരാട്ടയിൽ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലയിലെ ഏക പെൺകുട്ടി അക്കാദമിയുടെ താരം. അന്താരാഷ്ട്ര നിലവാരമുള്ള ചാമ്പ്യൻസ് മാർഷൽ അക്കാദമി ജില്ലയ്ക്ക് നേടിക്കൊടുത്തത് 2 മെഡലുകൾ. നാട്ടുനന്മയുടെ നിറക്കാഴ്ചകളുമായി NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാമ്പ്യൻസ് മാർഷൽ അക്കാദമി നേട്ടങ്ങളുടെ സുവർണ കാലഘട്ടത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ സമാപിച്ച ജില്ലാതല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 14 പേരെ പങ്കെടുപ്പിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ച അക്കാദമി 2 മെഡലുകൾ കീശയിലാക്കിയാണ് തിരിച്ചുപോന്നത്. കൊണ്ടും കൊടുത്തും അവസാന ലാപ്പ് വരെ നീണ്ട മത്സരത്തിൽ എതിരാളിയെ മലർത്തിയടിച്ച് സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയ ദിയ എന്ന പെൺകുട്ടി ചാമ്പ്യൻസ് മാർഷൽ അക്കാദമിയുടെ മിന്നും താരമാണ്. എൻ്റെ പേര് ദിയ, വടശ്ശേരി സ്കൂളിൽ പഠിക്കുന്നു. ചാമ്പ്യൻസ് കരാട്ടെ സെൻ്ററിൽ 1 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ മാസം നടന്ന മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി. സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി, അതിലും ഗോൾഡ് മെഡൽ നേടി. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അഭിമാന നിമിഷമായിരുന്നു ഗോൾഡ് മെഡൽ. ഞങ്ങൾ 14 കുട്ടികൾ തൃശ്ശൂർ സ്റ്റേറ്റിൽ പങ്കെടുത്തു. അതിൽ 1 ഗോൾഡും സിൽവറും ഞങ്ങൾ ഈ ക്ലബ്ബിൽ നിന്ന് കിട്ടുകയും നല്ല വിന്നേഴ്സിനോടായിരുന്നു എൻ്റെ മത്സരം. എൻ്റെ കൂടെ വന്ന വളരെ സപ്പോർട്ടും കൂടെയാണ് ഈ ഗോൾഡ് മെഡൽ കിട്ടിയത്. അക്കാദമിയുടെ തന്നെ ബാലതാരം ഷാബിൽ തുടരെ പ്രത്യാക്രമണങ്ങൾ നടത്തി ശക്തമായ മത്സരം കാഴ്ചവെച്ച് വെള്ളി മെഡൽ എന്ന നേട്ടം കരസ്ഥമാക്കിയാണ് കളം വിട്ടത്. എൻ്റെ പേര് മുഹമ്മദ് ഷാബിൽ, കബഡിയിൽ നിന്ന് വരുന്നു. വടശ്ശേരി സ്കൂളിൽ ഏഴിലാണ്. കഴിഞ്ഞ 2 വർഷം എനിക്ക് ഗോൾഡ് മെഡൽ അടിച്ചു തരുന്നത്. ഈ തവണ സ്റ്റേറ്റിൽ സിൽവർ മെഡൽ. ചെങ്ങര പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്തു നിന്നും ദേശീയ തലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കരാട്ടെ പ്രതിഭകളെ വാർത്തെടുക്കാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് അനൂപ് എന്ന കരാട്ടെ മാസ്റ്റർ എടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് സംസ്ഥാന തലത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഈ പ്രതിഭകൾ. വിവിധ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ സ്വന്തം നാട്ടിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തുന്ന താരങ്ങളെക്കുറിച്ച് സ്വപ്നം കാണും. അതിന്റെ ഫലമായാണ് രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്ഥാപനം ചെങ്ങരയിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്ന് ചാമ്പ്യൻസ് മാർഷൽ അക്കാദമി സ്ഥാപകനായ അനൂപ് ഏർനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. എൻ്റെ പേര് അനൂപ്. ചാമ്പ്യൻസ് മാർഷൽ ആർട്സ് അക്കാദമിയിൽ 3 വർഷമായിട്ട് ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരുന്നുണ്ട്. ചെങ്ങര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കുണ്ട്. അതുപോലെ മൂഴിപ്പാടത്താണ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളെ കുട്ടികൾ മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മാത്രം പങ്കെടുത്ത് നിന്നൊരു അവസ്ഥയായിരുന്നു. കാരണം 4 വർഷത്തെ UAE കരാട്ടെ ലൈഫിൽ നിന്ന് മാറി ആദ്യമായിട്ടാണ് നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നമ്മൾ ക്ലാസ് ഇവിടെ നമ്മുടെ ചെങ്ങര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 നമുക്കിപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബ്രൗൺ 4ൽ നിൽക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ബെൽറ്റ് ഗ്രേഡിങ് വരുന്നത് യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ 4, ബ്രൗൺ 3, ബ്രൗൺ 2, ബ്രൗൺ 1, ദെൻ ബ്ലാക്ക് ബെൽറ്റ്. ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബെൽറ്റ് ലെവലിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് മത്സരം നടക്കുന്നത് തന്നെ ഈവൻ ജില്ലാ ചാമ്പ്യൻഷിപ്പിലാണെങ്കിൽ പോലും ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയിലാണ്. നമ്മുടെ വൈറ്റ് ബെൽറ്റും യെല്ലോ ബെൽറ്റും ഉള്ള കുട്ടികൾ പോലും നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ബ്ലാക്ക് ബെൽറ്റിനോട് മുട്ടിയിട്ടാണ്. അപ്പോൾ ഈവൻ നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഐബക് ഹാദി. മലപ്പുറം ജില്ലയിൽ ഗോൾഡ് മെഡൽ നേടി സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടുകയും സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പക്ഷേ മെഡലുകളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ദിയ ഏകദേശം 1 വർഷത്തോളമായിട്ട് എൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ യെല്ലോ ബെൽറ്റ് തന്നെയാണ് ആൾ കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ഈ സ്റ്റേറ്റ് മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ മാസം താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ആ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടുകയും പിന്നെ സ്റ്റേറ്റിലേക്ക് പോകുന്നൊരു കുട്ടി, കാരണം മറ്റുള്ള 14 ജില്ലകളിലെ വിന്നേഴ്സിനോടാണ് ഇവർ മത്സരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 14 കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ നിന്ന് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ റുഷ്ദ ഹസിൻ, ലീന മെറിൻ, നമ്മുടെ അഷ്മിൽ ഷാൻ, മുഹമ്മദ് ഷാബിൻ, ഫൈജാസ്, നിർബോൾ, തൗഫീഖ് സിനാൻ, പിന്നെ അതുപോലെ ഹാദി റഹ്മാൻ ഇവിടെ ആളില്ല, അതുപോലെ പാർവതി ഇവിടെ ആളില്ല. ഇത്രയും കുട്ടികൾ. അതുപോലെ ആരാണ് കിട്ടുന്നത്? സിനാൻ, മുഹമ്മദ് സിനാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ബ്രൗൺ 4ൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റിനോട് 3 റൗണ്ട് വരെ സ്റ്റേറ്റിൽ മത്സരം കയറി വന്നു. അതുപോലെ എന്താ പറയുക, നമ്മുടെ മുഹമ്മദ് ഷാബിൻ കഴിഞ്ഞ 2 വർഷം മലപ്പുറം ജില്ലയിൽ ഗോൾഡ് മെഡൽ ആയിരുന്നു. കഴിഞ്ഞ തവണ
സബ് ജൂനിയർ കാറ്റഗറികൾക്ക് സ്റ്റേറ്റിൽ മത്സരം ഉണ്ടായിരുന്നില്ല, കാരണം കോവിഡ് കാരണത്താൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ആള് സിൽവർ മെഡൽ നേടുകയും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ ഈവൻ അവസാന റൗണ്ടിൽ മത്സരം ടൈ ആയിട്ട് ഓപ്പണൻറ്റ് സാങ്ഷു എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട്, ഫസ്റ്റ് സ്കോറിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ആള് സെക്കൻഡിലേക്ക് പിന്മാറുകയാണ് ചെയ്തത്. രണ്ടുപേർക്കും ഒരേ സ്കോറായിരുന്നു ഫൈനലിൽ വന്നിട്ടുള്ളത്. 2-2 സ്കോറിലായിരുന്നു മത്സരം അവസാനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഈ ഒരു സ്റ്റേറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 9 മണി വരെ ഈ സെൻറ്ററിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ സ്റ്റേറ്റിൽ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമുക്ക് മലപ്പുറം ജില്ലയിലെ സബ് ജൂനിയർ കാറ്റഗറിയിൽ ഏക ഗോൾഡ് മെഡൽ ദിയ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷാഫി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 14 കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ പോലും 2 മെഡലാണ് നമുക്കുള്ളത്. ഏകദേശം 150-150ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 16 മെഡലുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഉള്ളത്. അതിൽ 2 മെഡൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് തന്നെ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിട്ടാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഏറനാടൻ നാട്ടുവാർത്ത, നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് മെഡൽ കിട്ടിയ ഒരു ന്യൂസ് നമ്മുടെ ഇസ്മായിൽ മാഷി ഏറനാടൻ നാട്ടുവാർത്തയിലാണ് ഫസ്റ്റ് ന്യൂസ് വന്നിട്ടുള്ളതും. അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും മലയാള മനോരമ, മാതൃഭൂമി, സിറാജ് എന്നീ പത്രങ്ങളിലെല്ലാം ഈ കുട്ടികളുടെ ഫോട്ടോ വരികയും അതിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദിയും ഏറനാടൻ നാട്ടുവാർത്തയോടാണ്. കാരണം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് മറ്റുള്ളവരെല്ലാവരും ഇത് ശ്രദ്ധിക്കപ്പെടുകയും അവരുടെ ഫോട്ടോസ് അങ്ങനെ ഒരു ന്യൂസ് വരാനുള്ള അതിനുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് ഏറനാടൻ നാട്ടുവാർത്തയോട് വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ അറിയിക്കുക. അടുത്തിടെ സമാപിച്ച സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം, വെള്ളി മെഡലുകളുമായി അക്കാദമിയുടെ ബാലതാരങ്ങൾ കളം നിറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനത്തിൽ വലിയ അഭിമാനം തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു നന്ദി പറയേണ്ട മറ്റ് വ്യക്തികളാണ് നമ്മുടെ മലപ്പുറം ജില്ലാ ചീഫ് ബിജു ജോസഫ് സെൻസായി, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സീനിയർ അധ്യാപകർ, അവരെയും കൂടെ ഞാൻ ഈ വേളയിൽ അവരോട് കൂടി കടപ്പെട്ട് നന്ദി പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിജു മാഷാണ് ഞങ്ങളെ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ഈ ചാമ്പ്യൻസ് മാർഷൽ ആർട്സ് അക്കാദമി വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ബിജു മാഷോട് ഞങ്ങൾ നമ്മുടെ ഈ അക്കാദമിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും ഞാനും ഉൾപ്പെടെ എല്ലാവരും നമ്മൾ ബിജു മാഷോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൂടി ഞങ്ങൾ ഈ സന്തോഷവേളയിൽ അറിയിക്കുന്നു. കരാട്ടെ ഒരേ സമയം ഒരു കായിക മത്സര ഇനമായിരിക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്താനും അത് ഉപകരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിഫലനമായാണ് ഇത്തരം സ്ഥാപനങ്ങളെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണതയുടെ ഉൾത്തുടുപ്പുകളിൽ നിന്നും രാജ്യാന്തര നിലവാരമുള്ള കരാട്ടെ ചാമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന മാർഷൽ അക്കാദമി ഇതിനോടകം തന്നെ നാട്ടുകാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. മെഡൽ ജേതാക്കളും പരിശീലകൻ അനൂപ് സാറും ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയോട് സംസാരിക്കുന്നു. അഷ്ബൽ ചെങ്ങര, മുഹമ്മദ് ഷാബിൻ, ബൈജാസ് കാവൽ, ചെങ്ങര, തൗഫീഖ് ചെങ്ങര, ലീനാമറി ചെങ്ങര, ദിയാട്ടി വടശ്ശേരി. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം. Come on.
Shikorachi Katabarai Yakusuki. Tight! Yeah. Ready. Move forward and backward. One step forward, one step back. Shikorachi Shire Yakusuki. Tight! 3 Run! 3 Go! 6 Heights! 2 Go! Rodan आगे हो गई Yakusuki. 4 round किया. 8 3 1 3 कितना बड़ा है Yakusuki. 8 3 1 3 Empowering. Okay. Hold on. Keep an eye down. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.